ആദ്യമായിട്ട് കോക്കിൻ്റെ റിവ്യൂയോട് എനിക്ക് യോജിപ്പ് വന്നത് കൂലിയുടെ റിവ്യൂ ആണ്. കോക്ക് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയപ്പോൾ ഞാൻ രാവിലെ എൻ്റെ ടൈപ്പിൽ കാണാൻ പറ്റിയില്ല. എല്ലാ ഫസ്റ്റും റിവ്യൂ വന്നത് മിക്സഡ് റിവ്യൂ ആയി. പലരും പറഞ്ഞു പോരാ, ആവറേജ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കാണേണ്ട വിചാരിച്ചിരുന്നതാണ്. ഇതാണ് റിവ്യൂ കണ്ട് പടം കാണുന്നത് പറയുന്നത്. ഞാൻ വൈകിട്ട് പോയി കണ്ടു 8:15. എൻ്റെ ഒപ്പമുള്ളവർക്ക് എനിക്കും എല്ലാം പടം ഇഷ്ടപ്പെട്ടു. പടം 3.25 ലാഗൊന്നുമില്ല. രജനീകാന്ത് തകർത്തുന്നുണ്ട്. പിന്നെ സത്യരാജ്, പിന്നെ അമീർ ഖാൻ റോള് മോശമായി ആര് പറഞ്ഞു, അത് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെന്താ BGM നല്ലതാണ്. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഉപേന്ദ്ര, നാഗാർജുന, ശ്രുതി ഹാസൻ, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിയുടെ ആക്ഷൻ സീക്വൻസ് പഴയപള്ളിയിൽ നന്നായി വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മാസ് എൻ്റർടൈനർ. വയലൻസ് കുറച്ചുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഗോക്കും അതേപോലെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എനിക്കൊരു ടിപ്പിക്കൽ രഞ്ജികാന്ത് ഫാൻസ് ഇഷ്ടപ്പെടാൻ തോന്നുന്നു. ലോകേഷിൻ്റെ ഡയറക്ഷൻ നല്ലതാണ്. എനിക്കൊരു ഓവർ എക്സ്പെക്ടേഷനാവും ലോകേഷിനെ ഉണ്ട്. യൂണിവേഴ്സ് അല്ല, ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. 1000 കോടി നടക്കുമോ? 1000 ടിക്കറ്റ് 1000 കോടിയാണോ? രജനീകാന്ത് വാങ്ങിയിട്ട് 200 കോടി തോറയാണ്. എല്ലാ ഷോ ഹൗസ്ഫുള്ളാണ്. എന്തുകൊണ്ട് നെഗറ്റീവ് വരുന്നെങ്കിൽ മനസ്സിലാവണില്ല. നിങ്ങൾ ടിപ്പിക്കൽ രജനീകാന്ത് ഫാൻസ് ടിപ്പിക്കൽ രജനീകാന്ത് ഫാൻസ് ഇഷ്ടപ്പെടാത്ത തോന്നുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ആഗ്രഹമുള്ള രജനീകാന്ത് വിജയ് കമ്പൈൻ പടം വേണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും പക്ക രജനിയുടെ സ്റ്റൈലല്ല, രജനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും നാഗാർജുന, ഉപേന്ദ്ര, അമീർ ഖാൻ നന്നായി ചെയ്തിട്ടുണ്ട് ക്യാമിയോ റോള്. പലരും പറയും അമീർ ഖാൻ ക്യാമിയോ റോള് ശരിയായില്ല. അമീർ ഖാൻ സ്ക്രിപ്റ്റ് കേൾക്കാതെ ചെയ്താൽ എല്ലാം കൊണ്ട് നല്ല മൂവി. ഇനി അടുത്ത ലോകേഷ് പടത്തിൽ നമ്മുടെ AGP ഉണ്ടാവട്ടെ ആഗ്രഹിക്കുന്നു. സൂപ്പർ സ്റ്റാർ AGP പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻ്റർടൈനറാണ്. ഇതേപോലെ ഒരിക്കലും റിവ്യൂ കണ്ട് പടം കാണാതിരിക്കരുത്.